എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡയറി എന്നുള്ള ഭാഗമാണ്. ഡയറീസ് എന്ന് പറയുന്ന ചാപ്റ്റർ അതിൻ്റെ സാരാംശമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കുറച്ചധികം ലോങ് ആയതുകൊണ്ട് സാരാംശം അതിൽ പറഞ്ഞില്ല. അപ്പം ഓവറോൾ ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നോക്കാം. സാരാംശ് ജീവൻ കെ കുച്ച് പന്നെ. ജീവൻ കെ കുച്ച് പന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നെ എന്ന് വെച്ചാൽ പേജസ് എന്നാണ്. അപ്പം ജീവിതത്തിൽ നിന്നും എടുത്ത കുറച്ച് പേജസ്. प्रथम बार 26 जनवरी 1950 को जब राजेंद्र प्रसाद जी भारत के राष्ट्रपति बने, उसके बाद आयोजित कार्यक्रम एवं अपने जीवन के विशेष संदर्भ का वर्णन वह अपनी डायरी में दे रहे हैं. അപ്പം ഫസ്റ്റ് ടൈം 26 ജാനുവരി 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിട്ട് മാറിയ ആ ഒരു ചടങ്ങ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ ഡയറിയുടെ ഈ പേജസിൽ പറയുന്നത്. രാഷ്ട്രപതി बनने के दिन को याद करते हुए वे लिखते हैं वह दिन भारत के लिए अत्यंत महत्वपूर्ण था. അപ്പം അദ്ദേഹം രാഷ്ട്രപതിയായ ആ ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹം ഡയറിയിൽ എഴുതുന്നത് ആ ദിവസം ഭാരതത്തെ സംബന്ധിച്ച് അത്യന്ത महत्वपूर्ण था, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ്. ഉസ് ദിൻ ഹമാര പ്രജാതന്ത്രാത്മക് ഗണരാജ്യ സ്ഥാപിത് ഹുവ. അന്നാണ് ഇന്ത്യ എന്ന പ്രജാതന്ത്രാത്മക് ഡെമോക്രേറ്റിക് ആയിട്ടുള്ള ഗണരാജ്യ റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. उसकी खुशी में दिल्ली में और पूरे देश में उत्सव सा मनाया जा रहा था. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നല്ലോണം സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. उस दिन की शुरुआत राजेंद्र जी ने गांधी की समाधि पर जाकर मंदिर के दर्शन करके की थी. അപ്പം അന്നത്തെ ഒരു ദിവസം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഗാന്ധിജിയുടെ സമാധിയിൽ പോയിട്ട് അവിടെ ദർശനം നടത്തിയിട്ടാണ്. രാഷ്ട്രപതി ഭവൻ മേ ഉൻകി मुलाकात भारत के अंतिम ഗവർണർ ജനറൽ ചക്രവർത്തി രാജഗോപാലാചാരി സെ ഹോത്തി ഹെ. അങ്ങനെ രാജ്ഭവനിൽ തിരിച്ചു വരുമ്പോൾ ഭാരതത്തിൻ്റെ ലാസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ചക്രവർത്തി രാജഗോപാലാചാരിനെ അദ്ദേഹം കാണുന്നുണ്ട്. ഉन्होंने രാജേന്ദ്ര ജി സെ ശപഥ് ദിലാക്കർ കെ ഉൻകി കുർസി പർ ബിഠായാ ഥാ. അപ്പം ലാസ്റ്റ് ഗവർണർ ആയിരുന്ന ശ്രീ രാജഗോപാലാചാരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ട്, പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചെയറിലിരുത്താണ് ചെയ്തത്. राजेंद्र जी की मुलाकात सभी मंत्रियों, जजों, स्पीकरों से होती है. भारत का राष्ट्रपति बनना उनके लिए जिम्मेदारी की बात थी. അങ്ങനെ രാജേന്ദ്രജിയുടെ മുലാഖാത്ത് എന്ന് വെച്ചാൽ മീറ്റിംഗ് എന്നാണ്. മറ്റ് മന്ത്രിമാർ, അതുപോലെ തന്നെ ജഡ്ജസ്, സ്പീക്കർ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് അദ്ദേഹം മീറ്റ് ചെയ്യുന്നു. ഭാരത് കാ രാഷ്ട്രപതി ബന്ന ഉൻകെ ലിയെ ജിമ്മേദാരി കി ബാത് ഥി. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ജിമ്മേദാരി എന്നാണ് റെസ്പോൺസിബിലിറ്റി. अमेरिका का पाकिस्तान को हथियार देकर उसकी मदद करना भारत के लिए चिंता का विषय था. അമേരിക്ക പാകിസ്ഥാനിന് വെപ്പൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിരുന്നു. ആകെ രാജേന്ദ്ര ജി गांधी जी और डॉक्टर राधाकृष्ण के साथ के अनुभवों एवं जेल के अपने अनुभवों को व्यक्त कर रहे हैं. അതിനുശേഷം രാജേന്ദ്രജി തൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഗാന്ധിജിയെയും അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണനെയും മീറ്റ് ചെയ്തത് ജയിലിലെ ദിവസങ്ങളെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്. ഗാന്ധിജിക്ക് बेतिया जाने पर രാജേന്ദ്ര പ്രസാദ് ജി की मुलाकात उनसे हुई थी. ഗാന്ധിജി ബേത്തിയയിലേക്ക് പോയപ്പോഴാണ് രാജേന്ദ്ര പ്രസാദ് ജി അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. गांधी जी कागज के छोटे छोटे टुकड़ों को भी बर्बाद होने से बचा रहे थे. एक हिस्से में लिखे कागज के दूसरे खाली हिस्से में वे लिखा करते थे. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തപ്പോഴാണ് ഗാന്ധിജി ഒരു കഷ്ണം പേപ്പർ പോലും വേസ്റ്റ് ആക്കാറില്ല. ഒരു സൈഡ് എഴുതിയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ അപ്പുറത്തെ ഭാഗത്തും കൂടെ അദ്ദേഹം എഴുതിയിട്ട് അങ്ങനെ എഫിഷ്യൻ്റ്ലി പേപ്പർ ഉപയോഗിക്കായിരുന്നു എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ശ്രദ്ധിക്കുന്നത്. गांधी जी से राजेंद्र जी को यह सीख मिली कि सार्वजनिक कामों में पैसे का काम कितने सावधानी से करना चाहिए. അപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ മനസ്സിലായത്, ഗാന്ധിജിയിൽ നിന്ന് ആണ് അദ്ദേഹം മനസ്സിലാക്കിയത്, സാർവജനിക് കാമോ കെ ലിയെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഫണ്ട് അല്ലെങ്കിൽ പൈസ ഉപയോഗിക്കേണ്ടത് എന്ന്. വേ അപ്നെ ജയിൽ കെ അനുഭവം കോ വ്യക്ത് കർത്തെ ഹെ. അദ്ദേഹത്തിന് ജയിലിലുണ്ടായ അനുഭവങ്ങൾ പറയുന്നു, പങ്കുവയ്ക്കുന്നു. जेलर की मदद से पाबंदी होने पर भी बहुत लोगों की
ചിട്ടിയാ മിൽത്തി थी, പുസ്തകെ മാങ്ങനെ पर उन्हें मिला करती थी. അപ്പം ജയിലിലുള്ള സമയത്ത് ജയിലറിന്റെ ഹെൽപ്പോട് കൂടി പാബന്ദി ഹോനെ പർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ട് കൂടിയും അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങൾ ചോദിക്കുമ്പോൾ അതും കിട്ടുമായിരുന്നു. മാതൃഭാഷ के बारे में उनका मत है कि मातृभाषा का अध्ययन ही हमारी संतान के लिए मस्तिष्क की स्फूर्ति को बढ़ाने का उपाय है. മാതൃഭാഷയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മാതൃഭാഷ പഠിക്കുക വഴിയാണ് നമ്മുടെ ഓരോ കുട്ടികളുടെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മാതൃഭാഷാ പഠനം എന്നാണ്. ഉൻകെ അനുസാർ ഹമേ യഹ് ഹാത്ത് ലേനെ കെ ലിയെ നഹി ദേനെ കെ ലിയെ ബി മിലേ ഹെ. അപ്പം അദ്ദേഹം വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൈകൾ കിട്ടിയിട്ടുള്ളത് എല്ലാം സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല, പലതും കൊടുക്കാൻ കൂടിയാണ്. ഹമേ മനുഷ്യ के साथ प्रेम से मिलजुल कर रहना चाहिए. राजेंद्र प्रसाद जी 1998 से ही സ്വദേശി का इस्तेमाल कर रहे हैं. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുമായിട്ടും മിൽജുൽക്കർ രഹന ചാഹിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിങ്കിൾ ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിച്ച് ജീവിക്കണം എന്നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു 1898 മുതൽ തന്നെ സ്വദേശി സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഉनके बड़े भाई ബാബു മഹേന്ദ്ര പ്രസാദ് का അനുകരൺ करने से उन्हें यह आदत मिली थी. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാബു മഹേന്ദ്ര പ്രസാദിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ശീലം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. राजेंद्र जी ने डॉक्टर राधा कृष्ण के अंग्रेजी में गीता का अनुवाद और उसकी टिप्पणियाँ पढ़ी है. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീത അത് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതുന്ന കുറിപ്പുകളൊക്കെ വായിക്കാറുണ്ട്. വിനോബ ജി का गीता पर प्रवचन उन्होंने पढ़ा था. इन लेखकों की रचनाओं से उन्हें विद्वत्ता और साधना द्वारा उपार्जित अनुभव मिला था. വിനോബ ജി എഴുതിയിട്ടുള്ള ഗീതയെ കുറിച്ചിട്ടുള്ള പ്രവചനം കാര്യങ്ങളൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഈ റൈറ്റേഴ്സൊക്കെ എഴുതിയ കാര്യങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അറിവും അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റി. राजेंद्र प्रसाद की डायरी के इस भाग में उनके राष्ट्रपति होने तथा देश भर में हुए जुलूस तथा खुशी के माहौल का चित्रण हुआ है. देश के लोगों की आस्था, विश्वास और लोगों से मिलने का अनुभव व्यक्त किया है. अमेरिका द्वारा पाकिस्तान को हथियार देना तथा मातृभाषा के बारे में इसमें जिक्र हुआ है. राजेंद्र प्रसाद जेल में जाने का अपना अनुभव गांधी जी, डॉक्टर राधाकृष्ण, विनोबा आदि के साथ अपने साथ के संदर्भ भी व्यक्त कर रहे हैं. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രപതി ആയപ്പോഴുണ്ടായിരുന്ന രാഷ്ട്രത്തിൻ്റെ കണ്ടീഷൻസ്, അവിടെ ഉണ്ടായിരുന്ന സെലിബ്രേഷൻസ്, എത്രത്തോളം ആളുകൾ ഹാപ്പി ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മാതൃഭാഷയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ മേൽ പറഞ്ഞ റൈറ്റേഴ്സിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അറിവ്, ഇതെല്ലാമാണ് ഈ ഒരു ഡയറിയുടെ ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പം അത്രയാണ് ഈ സാരാംശത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.